അഡ്വക്കേറ്റ് നിബിൻ കൃഷ്ണൻ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉയർന്നത്. ഇവിടെ ഉയർന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി, ശരി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഡ്രൈവർ ഒപ്പം ഉണ്ടാകണ്ടേന്ന്, അങ്ങനെയാണെങ്കിൽ അനുജനും കുടുംബവുമോ, അങ്ങനെയാണെങ്കിൽ വി ഉണ്ണികൃഷ്ണനോ, അങ്ങനെയാണെങ്കിൽ ഷാജി വരവൂരോ, ഇവരൊക്കെ എങ്ങനെ ചേർത്തു? അതിന് മറുപടി പറയണ്ടേ? ഒന്ന്. രണ്ട്, BJP നേതാക്കന്മാർക്ക് അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളെ നിഷേധിക്കാൻ പോലുമുള്ള കരുത്തുണ്ടായില്ല. നിഷേധിക്കുക പോലുമല്ല ചെയ്തത്. നിങ്ങൾ തെളിയിക്കൂ, നിങ്ങൾ കേസ് കൊടുക്കൂ എന്ന് പറയുകയല്ലേ ചെയ്തത്. ഈ രണ്ട് ചോദ്യത്തിന് താങ്കൾ മറുപടി പറയാം. വരുന്നതിന് മുൻപേ അതെ ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് ഇടത് നിരീക്ഷകനായ റെജി ലൂക്കസ് ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത് കേട്ടു. ഈ ഭൂരിപക്ഷം കിട്ടിയ മെൻഷവിക്സിനെ പിടിച്ച് പുറത്തിട്ടിട്ട് വെടിവെച്ച് കൊന്നിട്ട് ഭരണം പിടിച്ച സ്റ്റാലിൻ്റെ പ്രേതം, ആ പ്രേതത്തെ നെഞ്ചിലേറ്റുന്ന ഇടത് ആശയത്തെ നെഞ്ചിലേറ്റുന്ന ആളല്ലേ റെജി ലൂക്കോസ്? അങ്ങ് ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. താങ്കളോട് സഹതാപേ ഉള്ളൂ. താങ്കളൊന്ന് പഠിച്ചിട്ട് വന്ന് സംസാരിക്കണം. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതിന്റെ ഇടയിൽ ഇടപെടല്ലേ? ഭൂരിപക്ഷം കിട്ടിയ താങ്കൾ പറഞ്ഞ കുറിച്ചാണെങ്കിൽ അത് സ്റ്റാലിന് ശേഷം വന്ന ഭരണാധികാരിയാണ് USSR പോയത്. പിന്നെ ഒരു കാര്യം, USSRയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് 7ാം കപ്പൽപ്പട വന്ന ഘട്ടവും അന്ന് ഇന്ത്യക്ക് വേണ്ടി നിലയുറപ്പിച്ച USSRും അതിന്റെ അസാന്നിധ്യവും ഒക്കെ പറയിപ്പിക്കരുത്. ശ്രീ നിബിൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കൊടുത്തവരുടെ വക്കാലത്ത് വെച്ചിട്ടാണ് ഇവര് സ്റ്റാലിനെതിരെ ലെനിനെതിരെയൊക്കെ പറയുന്നത്. ഇന്ത്യയുടെ സമരത്തെ ഒറ്റുകൊടുത്തവരല്ലേ നിങ്ങൾ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒറ്റുകൊടുത്തവരല്ലേ നിങ്ങൾ? ശ്രീ നിബിൻ, USSR ഒക്കെ വിടൂ, അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഹിറ്റ്ലറിനെ കുറിച്ച് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. പക്ഷേ ഒറ്റ കാര്യം നിബിൻ, നമുക്ക് ഈ പോയിന്റിലേക്ക് നിൽക്കാം. കോടി രൂപയുടെ പ്രോജക്ട് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 കോടി രൂപ തൃശ്ശൂർ അല്ല, നമ്മൾ വികസന ചർച്ചയല്ല. അത് വഴിമാറ്റാനും സമയം കൊല്ലാനുമുള്ള താങ്കളുടെ കുതന്ത്രത്തിൽ ഞാൻ വീഴില്ല. നമുക്ക് സ്പെസിഫിക് ആകാം. അഡ്വക്കേറ്റ് നിബിൻ സ്പെസിഫിക് പോയിന്റ് പറയുന്നതിനിടയിൽ കൂടെ ഞങ്ങളുടെ മന്ത്രിക്കെതിരെ അടിച്ചാൽ അതിന്റെ മറുപടി ഞാൻ പറയും. നിബിൻ മറുപടി പറയും. നിങ്ങളുടെ നേതാക്കളും സുരേഷ് ഗോപിയുടെ മൗനവും നേതാക്കൾ ഈ വിഷയത്തെ നിഷേധിക്കുകയും ചെയ്യാത്തത് എന്താണ്? തെളിവ് കൊണ്ടുവരൂ, വേണമെങ്കിൽ തെളിയിക്കൂ. അതൊരു ധിക്കാരമല്ലേ? എന്തുകൊണ്ട് അതിനാവുന്നില്ല? ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും മറ്റ് പ്രവർത്തകരൊക്കെ ഒരു വർഷമായി അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുണ്ട്. ഇവരുടെ റെസിഡൻഷ്യൽ പ്രൂഫ് വെരിഫൈ ചെയ്ത് കോർപ്പറേഷനിലെ സോണൽ ഓഫീസറാണല്ലോ, അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ രേഖ വെച്ചിട്ടാണല്ലോ വോട്ട് ചേർത്തത്. അപ്പോൾ ഈ കോർപ്പറേഷനിലെ സോണൽ ഓഫീസർ എന്ത് ചെയ്യായിരുന്നു? ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും മറ്റ് പ്രവർത്തകരും അവിടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഉണ്ടെന്നേ. ആരാ നിഷേധിക്കുന്നത്? അവർക്ക് അവിടെ റെസിഡൻഷ്യൽ പ്രൂഫ് ഉള്ളതുകൊണ്ടാണ് വോട്ട് ചേർത്തത്. റെജി ലൂക്കോസ് ഇവിടെ പറയണ്ടേ അങ്ങനെയൊന്നും വോട്ട് ചേർക്കാൻ പറ്റില്ല. അങ്ങേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്, ഈ ചാനൽ ചർച്ചയിൽ മാത്രം പോകുന്നതുകൊണ്ടാണ് അങ്ങക്ക് ഇത് സംഭവം എന്തെന്ന് മനസ്സിലാവത്തത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാ. ഒരാളുടെ വോട്ട് ചേർക്കാൻ മറ്റൊരു സ്ഥലത്ത് പ്രവർത്തിക്കണേ. നിങ്ങൾക്ക് ടെക്നിക്കൽ കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാം, അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് പറഞ്ഞു കേട്ട് മനസ്സിലാക്കി. നിബിൻ, അതല്ല ഈ ഉണ്ണികൃഷ്ണൻ മാഷും ഈ ഷാജി വരവൂരും പിന്നീട് സുരേഷ് ഗോപിയുടെ അനുജനും കുടുംബവും എല്ലാം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ വോട്ടർമാരാകുന്നത്? അതാണ് ഇവർക്ക് അറിയേണ്ടത്. ഒന്ന് പറഞ്ഞു കൊടുക്കൂ. സുരേഷ് ഗോപി മത്സരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിയുടെ കുടുംബവും അനുജനും ഒക്കെ വോട്ട് ഇങ്ങോട്ട് മാറി താമസിക്കുകയും വോട്ട് ഇങ്ങോട്ട് ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെന്താ അസ്വാഭാവികത? ശരി, അപ്പൊ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുള്ള വി ഉണ്ണികൃഷ്ണൻ മാഷ് വോട്ട് ചേർത്തിട്ടുണ്ട്.
അവിടെ വോട്ട് ഡിലീഷൻ പാലായിന്ന് ബിജു കുളിക്കുന്നുണ്ട് സംഭവിച്ചല്ലോ. ഞാൻ അവിടെ പോയി ശരി ഇനി താങ്കളുടെ വാദം കൂടി പൂർത്തിയാക്കൂ. താങ്കളുടെ വാദം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അല്ലല്ല ഇത് ഈ പാനലിലുള്ള 4 CPM പ്രതിനിധികൾ ഉണ്ടല്ലോ, അവരോട് 4 പേരോടും ചോദിക്കാം, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പൊന്നാനിയിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഒറ്റ ചോദ്യം, വോട്ട് ചെയ്തിട്ടുണ്ടോ? പൊന്നാനിയിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? പൊന്നാനിയിൽ വോട്ടുണ്ടോ? വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ണികൃഷ്ണൻ പരിശോധിച്ച് മാത്രം പറയുന്ന കാര്യം. പൊന്നാനിയിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? വോട്ട് ചെയ്തിട്ടുണ്ടോ? പൊന്നാനിയിലും തൃശ്ശൂരിലും വോട്ടുണ്ടോ? പൊന്നാനിയിലും തൃശ്ശൂരിലും വോട്ടുണ്ടോ? ശ്രീ പൊന്നാനിയിലും തൃശ്ശൂരിലും വോട്ടുണ്ടോ? ഒരു വാല്യൂ ചെയ്തിട്ടുള്ളൂ, ഒരു വോട്ട്. ശരി, അതാ CPM കണ്ണൂർ ബൂത്തുകൾ പിടിക്കുന്നത് പോലെ ഗ്രാമങ്ങളിൽ മുഴുവൻ ബൂത്തുകൾ മുഴുവൻ പിടിച്ച് കള്ളവോട്ട് ചെയ്യുന്നത് പോലെയല്ല, ഒരു വോട്ടേ ചെയ്തിട്ടുള്ളൂ. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഒറ്റ വോട്ട് ചെയ്തിട്ടുള്ളൂ. മഹാനായ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിൽ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭരണഘടനാ പ്രക്രിയയിലൂടെ പോകണം. നിങ്ങൾ ഒരു തരത്തിലും കേസിൽ പോകാൻ തയ്യാറല്ല. നിങ്ങൾ 1.5 കൊല്ലം കഴിഞ്ഞ് തോറ്റുപോയതിൻ്റെ വിഷമം തീർക്കാൻ ആക്ഷേപം ഉന്നയിക്കുകയാണ്.